السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകളും നിറഞ്ഞ വിധികർത്താക്കളെ, പ്രിയം നിറഞ്ഞ ഉസ്താദന്മാരെ, സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സുന്ദരമായ അൽമുറാഫക്കയുടെ വേദിയിൽ ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ബഹുമാന്യരെ, വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ 14-ാം നൂറ്റാണ്ട് മുമ്പ് പ്രവാചകരും സ്വഹാബാക്കളും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച ഒരു നീണ്ട കഥ പറയാതിരിക്കാനാവില്ല. അപരിഷ്കൃതരും പരുക്കൻ പ്രകൃതക്കാരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. ചെറിയ കാലം കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂലങ്ങളുടെ തിളങ്ങുന്ന മാതൃകകളാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു. മാനവമൂലങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അരാജകത്വത്തിൽ മാത്രം ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാര നിമിത്തം കുഴിച്ചുമൂടി അഭിമാനത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന സമൂഹം. അയൽവാസിയുടെ വീട്ടിലേക്ക് തൻ്റെ ഒട്ടകം കടന്നാൽ അതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചേരുന്ന യുദ്ധക്കുതിയന്മാരെ ജനത. താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുഴിമാടത്തിന് മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരിവള്ളിയുടെ വേറുകൾ നുരുമ്പിക്കൊണ്ടിരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞിരുന്ന ജനത. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലവലസ നന്മകളില്ലാതിരുന്ന ജനത. فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون. എന്ന് നക്ഷത്രത്തുല്യരാക്കി ഉദ്ധരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷന്മാരാക്കി മാറ്റി. ബഹുദൈവത്വവും അനാചാരങ്ങളും കീഴടക്കിയ കാലത്ത് ഓരോ നാട്ടിലും വീട്ടിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റ വിഗ്രഹങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങൾ നിഷ്കാസനം ചെയ്യുന്നതിന് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന വിശ്വപ്രഖ്യാപനം നടത്തി. നിരീശ്വരവാദത്തിനെയും യുക്തിവാദത്തിനെയും മുഖത്തടിക്കാൻ ഖുർആനിന് ഇന്നും സാധിക്കുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതത്തെ പറ്റി മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് ഇങ്ങനെയാണ്: കാന ഖുലുഖുൽ ഖുർആൻ. അതുകൊണ്ട് فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون. അവരെ സ്വച്ഛപ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സ്വതന്ത്രരാക്കാനുമാണ് ഖുർആൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഖുർആൻ അതായിരിക്കണം നമ്മുടെ ജീവിതമാർഗം, അതിന്റെ വാഹകരാകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.